പുലി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കൽപ്പറ്റ പെരുന്തട്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വയനാട് സൗത്ത് DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രദേശത്ത് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. കൽപ്പറ്റ നഗരസഭയിലെ പെരുന്തട്ട എന്ന് പറയുന്ന മേഖലയിലാണ് ഈ പുലിയുടെ ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുള്ളത്. ഇവിടെ ക്യാമറ ട്രാപ്പുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്ത് വന്നതുമാണ്. മാത്രമല്ല വളർത്തുമൃഗങ്ങളെ, അതായത് പശുക്കളെയാണ് പുലി പിടികൂടിയത്. ഒന്നിനെ കൊന്നു, ഒന്നിനെ പരിക്കേൽപ്പിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സൗത്ത് DFO അജിത് കെ രാമൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, പരിശോധനയിൽ എന്തെങ്കിലുമൊക്കെ പ്രാഥമികമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള എന്തൊക്കെ? പ്രാഥമികമായിട്ട് ഇന്നലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. ഈ പറയുന്ന ഇൻസിഡൻറ്റ് അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മുട്ടിൽ സെക്ഷൻ സ്റ്റാഫ് ഇവിടെ എത്തുകയും ഓണറിനെ കണ്ട് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് വെറ്റിനറി ഡോക്ടറെ നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുവന്നത്, പോസ്റ്റ്മോർട്ടം നടത്തിയതും. അതിനുശേഷം വെറ്റിനറി ഡോക്ടറിൻ്റെ ആ ഒരു വാല്യുവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് തന്നെയാണ് സഹായിച്ചു വരുന്നത്. പിന്നെ ഇവർക്ക് ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി, അക്ഷയ വഴി കോമ്പൻസേഷന് അപേക്ഷിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും വനംവകുപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ട്രാപ്പ് സ്ഥാപിച്ചു, ഇനി എന്താ അടുത്ത നടപടി എന്താണ്? നമുക്ക് ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്യാമറ ട്രാപ്പ് 2 എണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ലൈവ് ക്യാമറാസും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ രാവിലെ നമ്മൾ പരിശോധിച്ചിരുന്നു. രാവിലെ ഇതുവരെ നമുക്ക് ഇമേജസ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു ആനിമലിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. കാരണം NTCൻ്റെ ഡാറ്റാബേസിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി വരും. കൂട് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ടെക്നിക്കൽ കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശപ്രകാരം ടെക്നിക്കൽ കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കും നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ ഭാഗത്താണ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ 3 ക്യാമറ ട്രാപ്പുകൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ലൈവ് ക്യാമറ സംവിധാനവും ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മേഖല നേരത്തെയും പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. കാരണം 2 തവണ 2 പുലികളെയും ഒപ്പം തന്നെ ഒരു കരിമ്പുലിയെയും നേരത്തെ പിടികൂടിയ ഒരു സാഹചര്യമുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു പുലികളുടെ ഹാബിറ്റാറ്റാണ് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. സ്വാഭാവികമായും ഇനി വേണ്ടത് ഇതിനെ കൂട് വെച്ച് പിടികൂടുക എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. അത്തരം നടപടികളിൽ കടക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. പെരുന്തട്ട എന്ന് പറയുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് കാട് മൂടി കിടക്കുന്നൊരവസ്ഥയുണ്ട്. അതും വലിയ പ്രതിസന്ധിയാണ്. അത് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികളിൽ കടക്കണമെന്നുള്ള ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.